ശ്രീ എ വി സന്തോഷ് കുമാറിനെ സ്വാഗതം ചെയ്യുന്നു. പ്രസംഗം വശമില്ല, എൻ്റെ വഴിയല്ല അത്. പിന്നെ ഒരു പുസ്തകത്തിന് മറുപടിയും പ്രകാശനത്തിനൊരു മറുപടിയുടെയും ആവശ്യമില്ല. എങ്കിലും ചില കാര്യങ്ങൾ പറയട്ടെ. എഴുത്ത് ഒരു രാഷ്ട്രീയ പ്രവർത്തനമാണ് എന്ന് എഴുത്തുകാരനല്ല പറയേണ്ടത്. രാഷ്ട്രീയേതരമായി ഒന്നുമില്ല എന്നതും നമുക്കറിയാവുന്ന കാര്യം തന്നെ. എഴുത്തിലേക്ക് ഉള്ള എൻ്റെ വരവ് അതിൻ്റെതായ ഒരു പാരമ്പര്യമില്ലാത്ത ഒരു കുടുംബത്തിൽ നിന്നാണ്, നിങ്ങൾക്കറിയാം. എഴുത്തിൽ ഞാൻ എന്ത് ചെയ്തു എന്നത് എൻ്റെ ഒരു ചോദ്യമല്ല. തീർച്ചയായും അത് ഇവിടെ പ്രസക്തവുമല്ല. എല്ലാവരും ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലും കവികൾ, എഴുത്തുകാർ വിറയാർന്ന കൈവിരൽ കൊണ്ട് കടലാസുകളിൽ കോറിയിടുന്ന അക്ഷരങ്ങൾ, വാക്കുകൾ എന്താണ് ലോകത്തിന് കാട്ടിക്കൊടുത്തത്, ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നതിൻ്റെ ഒരു ചെറിയ കണ്ണിയായി തീരാൻ എൻ്റെ അക്ഷരങ്ങൾക്ക് കഴിയുന്നുണ്ടെങ്കിൽ അത് മാത്രമാണ് എൻ്റെ പ്രവർത്തനം. നമ്മുടെ നാടിനെ, ഉദയനൂരിനെ കുറിച്ച് വളരെ അഭിമാനത്തോടുകൂടി പറഞ്ഞു നടന്നിരുന്ന ഒരു കാലം, അത്രയും അഭിമാനത്തോടു കൂടി നമുക്ക് ഇന്ന് അത് പറയാൻ കഴിയുമോ എന്ന വലിയ ചോദ്യം നമ്മൾ ഉദയനൂർക്കാരായ നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ ഉണ്ടാവേണ്ടതുണ്ട് എന്ന് തോന്നുന്നു. എൻ്റെ പ്രാർത്ഥന, എൻ്റെ കവിതയ്ക്കുള്ള വിഷയങ്ങൾ എൻ്റെ നാട്ടിൽ നിന്നും കൂടുതലായി ഉണ്ടാവാതിരിക്കട്ടെ എന്നതാണ്. കൂടുതൽ വിശദീകരിക്കേണ്ട കാരണം പ്രക്ഷുബ്ധമായ ഒരു കടലിൻ്റെ തീരത്തിരിക്കുന്നത് പോലെ, അല്ലെങ്കിൽ ഏത് നിമിഷവും പൊട്ടാൻ പോകുന്ന ഒരു അഗ്നിപർവ്വതത്തിന് മുകളിലിരിക്കുന്നത് പോലെ ഉള്ള ഒരു ജീവിതം കൊണ്ടാണ് നമ്മൾ പുറത്ത് സന്തോഷത്തോടുകൂടി ഞാൻ വളരെ സന്തോഷവാനാണ് എന്ന് ലോകത്തെ കാണിക്കുന്നതിന് മത്സരിക്കുന്നത്. ഇത് എത്ര കാലം എന്നതാണ് നമ്മുടെ ഉള്ളിലുള്ള ചോദ്യം. തീർച്ചയായും എൻ്റെ ഈ സമാഹാരത്തിലെ പല കവിതകൾക്കുമുള്ള വിഷയം നമ്മുടെ ചുറ്റിൽ നിന്നും തന്നെ ആണ് ഞാൻ കണ്ടെടുത്തത്. പക്ഷേ അതൊന്നും അത്രയേറെ സന്തോഷിപ്പിക്കുന്ന വിഷയങ്ങളല്ല. അതുകൊണ്ടാണ് ഞാൻ മുൻപ് പറഞ്ഞത്, എൻ്റെ കവിതകളുടെ വിഷയങ്ങൾ എൻ്റെ നാട്ടിൽ നിന്നും അധികം ഉണ്ടാവാതിരിക്കട്ടെ എന്ന്. കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. ഈ ചടങ്ങ് ഉദയനൂരിൽ വെച്ച് തന്നെ നടത്തണം എന്ന് തീരുമാനിച്ചതിന് പിന്നിലുള്ള ഒന്ന് രണ്ട് കാരണങ്ങൾ ഇതൊക്കെ തന്നെയാണ്. ഗോപിയേട്ടൻ്റെ ഒരു പ്രസംഗം, തുടർന്ന് സംസാരിച്ചവരുടെ വാക്കുകൾ നിങ്ങൾക്ക് മുന്നിൽ ചില ചിന്തകൾ ഉണർത്തി വിടും എന്ന ഉത്തമ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പുസ്തക പ്രകാശനം നമ്മുടെ നാട്ടിൽ വെച്ച് തന്നെ നടത്തണമെന്ന ഒരു തോന്നൽ എനിക്കുണ്ടായത്. ഈ ചടങ്ങിൽ പങ്കെടുത്ത മുഴുവൻ ആളുകൾക്കും
നമുക്കറിയാം, ഒരു കല്യാണം ഓഡിറ്റോറിയത്തിൽ താലികെട്ട് കഴിഞ്ഞ ഉടനെ ആളുകൾ അടുത്ത പരിപാടിക്ക് പോകുന്നത് പോലെ ഒന്നും ഇവിടെ ഉണ്ടായിട്ടില്ല. പുസ്തക പ്രകാശനത്തിന് ശേഷവും ആളുകൾ ഈ വാക്കുകൾ ശ്രവിക്കുന്നതിന് വേണ്ടി ഇവിടെ ഇരുന്നു. നമ്മുടെ ഉള്ളിലുള്ള സാംസ്കാരികമായ ബോധം, രാഷ്ട്രീയ ബോധം ആണ് നമ്മളെ ഇവിടെ ഇരുത്തുന്നതിന് വേണ്ടി പ്രേരിപ്പിച്ചത്. അല്ലാതെ എന്നോടുള്ള അല്ലെങ്കിൽ ഇവിടെ പ്രസംഗിച്ച ആളുകളോടുള്ള വ്യക്തിപരമായ ബന്ധങ്ങളല്ല. അത് വാക്കുകൾ തമ്മിലുള്ള സ്നേഹത്തിൻ്റെ, ഇഷ്ടത്തിൻ്റെ, പ്രതിബദ്ധതയുടെ ഒരു പ്രതിഫലനമാണ് എന്ന് വിശ്വസിച്ചുകൊണ്ട് എല്ലാവർക്കും നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഈ ചടങ്ങിന് നന്ദി പറയുവാൻ കലാവേദി വൈസ് പ്രസിഡന്റ് ശ്രീ KP ഗണേശനെ ക്ഷണിച്ചുകൊള്ളുന്നു. ഈ പുസ്തക പ്രകാശന ചടങ്ങിൽ പങ്കെടുത്ത എല്ലാവർക്കും വേണ്ടി പുസ്തക പ്രകാശന ചടങ്ങിൽ പങ്കെടുത്ത എല്ലാവരെയും AKG സ്മാരക കലാവേദിക്ക് വേണ്ടി നന്ദി അറിയിക്കുകയാണ്. അതുപോലെ വേദിയിലിരിക്കുന്ന വിശിഷ്ട അതിഥികളെയും കലാവേദിക്ക് വേണ്ടി നന്ദി അറിയിക്കുന്നു. അതുപോലെ ഇവിടെ ഇനി നടക്കാനിരിക്കുന്ന സംഗീത പരിപാടിയിൽ അവതരിപ്പിക്കാൻ എത്തിയ ടീമിനും, അതുപോലെ ഇവിടെ ശബ്ദവും വെളിച്ചം തന്ന് നമ്മളോട് സഹകരിച്ചുകൊണ്ടിരിക്കുന്ന FC ഡെക്കറേഷനും AKG സ്മാരക കലാവേദിയുടെ നന്ദി അറിയിക്കുന്നു. പുതിരൂർ AKG സ്മാരക കലാവേദിയുടെ ആഭിമുഖ്യത്തിൽ അവിടെ പ്രിയപ്പെട്ട സന്തോഷ് മാഷുടെ കാമമില്ല കുന്നിലെ അമ്മ എന്ന പുസ്തകം പ്രകാശനം ചെയ്യാൻ ഒരു വേദി ഒരുക്കാൻ സാധിച്ചതിൽ കലാവേദിക്ക് അതീവ സന്തോഷമുണ്ട്. കലാവേദിക്കുള്ള സന്തോഷം അറിയിച്ചുകൊണ്ട് ഈ ചടങ്ങ് അവസാനിച്ച് അറിയിക്കുകയാണ്. അടുത്തതായി ഇവിടെ വെച്ച് ഉദയ മഞ്ജുഷ ടീം ഒരുക്കുന്ന മെലഡി ഇൻ സാക്സഫോൺ അവതരിപ്പിക്കുന്നതിന് വേണ്ടി ഈ സ്റ്റേജ് ടീമിന് വിട്ടുകൊടുക്കുക.